നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ കോവിഡ്-19 ബാധിച്ച് ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടമായി. ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിലെ മുൻ ജീവനക്കാരനും ന്യൂയോർക്ക് നിവാസിയുമായിരുന്ന പടന്നമാക്കൽ മാത്യു ജോസഫാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ മരിക്കുന്ന 4ാമത്തെ മലയാളിയാണിത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഇദ്ദേഹം റോക്ക്ലാൻഡ് കൗണ്ടി വാലി കോട്ടേജിലാണ് താമസിച്ചിരുന്നത്. കോവിഡ് ബാധിച്ച് ഏതാനും ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം. അതേസമയം സംസ്കാരം ന്യൂയോർക്കിൽ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കഴിഞ്ഞ 50 വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് മാത്യു ജോസഫ്. ഇരാറ്റുപേട്ട കൂട്ടക്കല്ല് വെട്ടത്ത് റോസക്കുട്ടിയാണ് ഭാര്യ. ബുധനാഴ്ച കോവിഡ് ബാധിച്ച് 3 മലയാളികളാണ് US-ൽ മരിച്ചത്. തൊടുപുഴ സ്വദേശി മാത്യു കോശിയുടെ ഭാര്യ മറിയാമ്മ, പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി ലാലു പ്രതാപ് ജോസ്, തൃശൂർ പറവട്ടാനി സ്വദേശി ടെന്നിസൺ പയ്യൂർ എന്നിവരാണ് മരിച്ചത്. ഇതോടെ കോവിഡ് ബാധിച്ച് കേരളത്തിന് പുറത്ത് മരിച്ച മലയാളികളുടെ എണ്ണം 25ആയി ഉയർന്നു. ഇതിൽ 16 പേരും അമേരിക്കയിലാണ് മരിച്ചത്. അമേരിക്കൻ മലയാളികൾക്കിടയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4 പേർ കൂടി മരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് മലയാളി സമൂഹം. ന്യൂയോർക്ക് സിറ്റിയിൽ ഏകദേശം 50ഓളം മലയാളികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടെന്നാണ് സൂചന. അതേസമയം കോവിഡ്-19 ന്യൂയോർക്കിനെയും ന്യൂജേഴ്സിയെയും പിടിച്ചുലച്ചു. ന്യൂയോർക്ക് മരണനിരക്കിൽ ഓരോ ദിവസവും പുതിയ റെക്കോർഡാണ് സൃഷ്ടിക്കുന്നത്. കണക്റ്റിക്കട്ടിലെ ഏറ്റവും വലിയ സംഖ്യയായ 71 പേരുടെ മരണവും നടുക്കിയിരിക്കുകയാണെന്ന് ഗവർണർ നെഡ് ലാമോണ്ട് പറഞ്ഞു. ന്യൂജേഴ്സിയിലും ഒരു ദിവസം മരിച്ചവരുടെ എണ്ണത്തിൽ സർവ്വകാല റെക്കോർഡാണ്. 232 പേരാണ് സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് മരിച്ചതെന്ന് ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫി പറഞ്ഞു. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്. അതിനിടെ അമേരിക്കയിലാകെ രോഗബാധിതരുടെ എണ്ണം 4 ലക്ഷം കടന്നു. ഇതിൽ 21,711 പേർക്ക് മാത്രമാണ് കോവിഡ്-19 നിന്നും രക്ഷപ്പെടാനായത്. മരണം 12,800 കടന്നു. ഇറ്റലി, സ്പെയിൻ എന്നിവ മാത്രമാണ് മരണനിരക്കിൽ അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. അതേസമയം രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ രോഗികളാണ് ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും മരിച്ചത്. കാലിഫോർണിയ, വാഷിംഗ്ടൺ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ വെന്റിലേറ്ററുകൾ ഇവിടേക്ക് എത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അമേരിക്കയിൽ വൈറസുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ പകുതിയിലധികവും 2 സംസ്ഥാനങ്ങളിലും ചേർന്നാണ്. ചൊവ്വാഴ്ച വരെ ന്യൂയോർക്കിൻ്റെ എണ്ണം 5,489 ആയിരുന്നു. ന്യൂജേഴ്സിയിൽ 1,232. വൈറസ് പടരുന്നത് മന്ദഗതിയിലാണെന്ന് കരുതിയ കണക്റ്റിക്കട്ടിൽ 277 പേരാണ് മരിച്ചത്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട് എന്നീ 3 സംസ്ഥാനങ്ങളിലും ചേർന്ന് ഒരു ദിവസം 1034 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ കൂടുതൽ ജാഗരൂകരാകാൻ വൈറ്റ് ഹൗസ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യകലം പാലിക്കുന്നതിൽ നിർദ്ദേശമുള്ളിടത്ത് ലംഘിച്ചാൽ $1000 പിഴയായി ഈടാക്കുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്രക്കാരുടെ വലിയ കുറവുണ്ട്. പലരും സ്റ്റേ അറ്റ് ഹോം രീതി പിന്തുടരുന്നു. എന്നാൽ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വർധനവുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.